ടർബോ, EGR, ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർ ഫ്ലോ സെൻസർ, ഇല്ലറ്റ് മാനിഫോൾഡ് അതിൻ്റെ ലൈന് കാര്യങ്ങൾ മൊത്തം ഇളക്കി ക്ലീൻ ചെയ്യുന്ന വിചാരിച്ചു. എന്നിട്ടും പിക്കപ്പിൻ്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് സ്മോക്കും കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? ഇപ്പം ഞാൻ പ്രസ്സാക്കുമ്പോൾ പ്രസ്സാവുന്നുണ്ടോ? ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കംപ്ലൈൻറ്റുമായിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ i20 ഡീസലിൻ്റെ ആണ്. i20 ഡീസലിൻ്റെ ഇപ്പോൾ ഞാൻ പറയുന്ന കംപ്ലൈൻറ്റ് വളരെ ചുരുക്കം കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു കേസ് കേട്ടായിരിക്കും. പക്ഷേ ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. കാര്യം ഞാനും എനിക്കൊരു പണി കിട്ടി കുറേ അലഞ്ഞതിന് ശേഷമാണ് ആ ഒരു കംപ്ലൈൻറ്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം ഏതൊരു ഹുണ്ടായുടെ ഡീസൽ വാഹനങ്ങൾ വന്നാലും പിക്കപ്പ് ഇഷ്യൂ ആയിട്ടൊക്കെ വന്നാലും മറ്റ് ഭാഗങ്ങളൊക്കെ സാധാരണ ഇതിൽ നമ്മൾ EGR ടർബോ ഒക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ് വരുന്ന ഭാഗം കൂടി നോക്കാറുണ്ട്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം നിങ്ങളുടെ ഹുണ്ടായി വാഹനത്തിന് പിക്കപ്പ് ഇഷ്യൂസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ഒരു വണ്ടിയും അത്തരത്തിൽ പിക്കപ്പിൻ്റെ ഇഷ്യൂ അല്ല, സ്വാഭാവികമായിട്ട് 30,000 കിലോമീറ്ററിൽ EGR ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അപ്പം ഈ ഒരു വണ്ടിക്കും നമ്മൾ EGR മറ്റ് കാര്യങ്ങളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യുന്നുണ്ട്. വർക്ക് തുടങ്ങാൻ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ബ്ലാക്ക് സ്മോക്കോ അല്ലെങ്കിൽ വണ്ടിക്ക് നല്ല രീതിയിൽ പിക്കപ്പ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ EGR ഇൻ്റർകൂളർ പോലുള്ള ഭാഗങ്ങളാണോ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് അതിൻ്റെ സ്മോക്കും മറ്റ് ഭാഗങ്ങളും വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ 30,000 കിലോമീറ്ററിലും EGR ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർ ഫ്ലോ സെൻസർ പോലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തിരുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാര്യം വെച്ചാൽ കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടാകുന്നൊരു കണ്ടീഷനായിരിക്കും. അത്തരം ഉണ്ടായി വരുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് ഒരു പുതു ജീവൻ കിട്ടിയതുപോലെ ആയിരിക്കും. അതായത് വണ്ടിയുടെ ആ ഒരു ബ്രീത്തിങ് സെക്ഷൻ മൊത്തവും അടിപൊളിയായിട്ട് വർക്കാവും. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ്, പിക്കപ്പ് അത്തരമുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ബ്ലാക്ക് സ്മോക്ക് പിക്കപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഹുണ്ടായി വാഹനങ്ങളിൽ മെയിനായിട്ട് അതായത് ഇതിൻ്റെ എയർ ഫിൽട്ടർ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഹുണ്ടായി വാഹനങ്ങളുടെ ഇത്തരം എഞ്ചിൻ വരുന്ന ഡീസൽ വാഹനങ്ങളിൽ എയർ ഫിൽറ്ററിന് ഏതെങ്കിലും രീതിയിൽ അടവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ബ്ലാക്ക് സ്മോക്കും അതുകണക്ക് തന്നെ പിക്കപ്പ് ഇഷ്യൂസും ഇത്തരം വാഹനങ്ങളിൽ കാണിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നത്. അതായത് ഈ ഒരു ഓസ് ഉണ്ടല്ലോ, ഇത് ഇൻ്റർകൂളറിലോട്ട് പോകുന്ന, അതായത് ഇൻ്റർകൂളറിൽ നിന്ന് ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് പോകുന്ന ഓസാണ്. ഈ ഒരു ഓസും ഡാമേജ് ആയിട്ട് പൊട്ടി നമ്മൾ ബ്ലാക്ക് സ്മോക്കായിട്ട് വന്നൊരു വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം ലീക്കുകളോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. അപ്പം ഈ ഒരു വെർണയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിലും ഇത്തരത്തിലുള്ള ഇഷ്യൂ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ വേറൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടർബോയുടെ ഭാഗത്ത് നിന്നിട്ട് ലീക്ക് ഉണ്ടായിരുന്നു. അതങ്ങനെ ടർബോയിൽ പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിത് കൈയിട്ട് ഇതിലെ ഇമ്പലിൻ്റെ പ്ലേ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ഇതിൻ്റെ ടർബോ ഇളക്കി നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ EGR ഇളക്കി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇൻ്റർകൂളർ ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇല്ലറ്റ് മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഇല്ലറ്റ് മാനിഫോൾഡ് കണ്ടോ, റണ്ണിങ് കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകണക്ക് തന്നെ ഇതിൻ്റെ അകമെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയതാണ്. നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതിലൊക്കെ സ്വിഫ്റ്റിനെ പോലെയൊക്കെ ഭയങ്കരമായിട്ട് വാ പൊത്തി പിടിക്കുന്ന അല്ലെങ്കിൽ മൂക്ക് പൊത്തി പിടിക്കുന്ന പോലുള്ള ഒരു ബ്ലോക്കോ കാര്യങ്ങളോ വരത്തില്ല എന്നുണ്ടെങ്കിലും ഇതിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളും വന്നിട്ട് ഈ ഹോളിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഹോളിൻ്റെ ഒരു വ്യാസം ഉണ്ടല്ലോ അത് വളരെയധികം കുറഞ്ഞിട്ട് ഇൻടേക്ക് എയറിൻ്റെയൊക്കെ ഒരു വോളിയം വളരെയധികം കുറയും. ഇപ്പം കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമൊക്കെ കാർബണൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇളവി എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ കാർബൺ ഡെപ്പോസിറ്റ് കൂടിയെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും കാരണവശാൽ കാർബൺ ഡെപ്പോസിറ്റിൽ കുറച്ച് ഭാഗമെല്ലാം അടന്ന് ഈ ഒരു ഇൻടേക്ക് എയറിൻ്റെ കൂടെ വാൽവിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഇല്ലറ്റ് വാൽവിന് പണി കിട്ടും. ഇല്ലറ്റ് വാൽവിന് പണി കിട്ടുമെന്ന് വെച്ചാൽ ഇല്ലറ്റ് വാൽവിൻ്റെ ഇടയിൽ കയറി ജാമാവുകയോ ആ ഒരു സിലിണ്ടറിൽ കംപ്രഷൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് വണ്ടി വന്നിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഉറപ്പിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ EGR, ഇൻ്റർകൂളർ അത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ ഇളക്കി നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യണം. EGRൻ്റെ യൂണിറ്റ് മൊത്തം ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. അപ്പം സാധാരണ നിങ്ങൾ ആ സ്വിഫ്റ്റിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന കണക്ക് തന്നെ, മാരുതിയുടെ വീഡിയോസിലൊക്കെ കാണുന്ന കണക്ക് തന്നെ ഈ കാണുന്ന കണക്ക് ഇതാണ് ഇതിൻ്റെ EGRൻ്റെ കൂളിംഗ് യൂണിറ്റ്. അതായത് ഇതിൽ ഇല്ലറ്റും ഔട്ടും വരുന്നത്, അതായത് കൂളൻ്റ് കയറി ഇറങ്ങുന്നൊരു ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എക്സോസ്റ്റ് ഗ്യാസ് കയറി പുറത്തോട്ട് വരുന്നു. അപ്പം കയറി ഇറങ്ങുന്ന ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിനെ തണുപ്പിക്കുക എന്നുള്ളത്, തണുപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു പരിധിവരെ തണുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ അടവ് വരാം, അതായത് കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകമൊക്കെ നല്ല രീതിയിൽ ഇളക്കി ക്ലീൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാൽവ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇങ്ങനെ പ്രസ്സായി വരുന്ന രീതിയിലാണ് വാൽവ് യൂണിറ്റ് വരുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഞാൻ പ്രസ്സാക്കുമ്പോൾ പ്രസ്സാവുന്നുണ്ടോ?
ഇത് കണക്ക് വർക്കാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വാൽവിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു സോളിനോഡ് സ്വിച്ചാണ്. കണ്ടോ, ഈ ഒരു സോളിനോഡ് സ്വിച്ചാണ്. നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന കണക്കുള്ള ഒരു സോളിനോഡ് സ്വിച്ചാണ് ഈ ഒരു വാൽവിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നിർബന്ധമായിട്ട് ഈ സോളിനോഡ് സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്കാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ഇതിങ്ങനെ ജസ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഈ സോക്കറ്റിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ലൈൻ വരുന്നുണ്ട്. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഡയറക്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൊടുത്ത് വിട്ട് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വർക്കാവും. ഇതിങ്ങനെ സ്റ്റക്കായി ഇണക്കി ഇപ്പോൾ നമ്മൾ കൈ വെച്ച് പിടിച്ച് താത്ത് വെച്ചേക്കുകയാണെങ്കിൽ ഈ ലൈൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തെള്ളി ഇങ്ങനെ വെക്കും. ലൈൻ എടുക്കുമ്പം വീണ്ടും താഴും. ലൈൻ കൊടുക്കുമ്പം തെള്ളി ഇങ്ങനെ വരും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇൻ്റർകൂളർ. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ ഒരു ഇൻ്റർകൂളറിൽ നിർബന്ധമായും ക്ലീൻ ചെയ്യണം. പിന്നെ ഇൻ്റർകൂളർ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മോനെ MAP എടുത്തേ. ഇതിൽ MAP സെൻസർ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ MAP സെൻസർ വരുന്നത്. ഈ ഒരു MAP സെൻസർ ഒരു കാരണവശാലും ഊരാതെ വെറുതെ വെച്ച് വെള്ളത്തിനടിച്ച് ക്ലീൻ ചെയ്യരുത്. ചിലപ്പോൾ ഇത് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് MAP സെൻസർ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെയായിട്ടാണ് ഈ ഒരു MAP സെൻസർ വരുന്നത്. ടർബോ, EGR, ഇൻ്റർകൂളർ, മാപ്പ് സെൻസർ, എയർ ഫ്ലോ സെൻസർ, ഇല്ലറ്റ് മാനിഫോൾഡ് ആൻഡ് ലൈന് കാര്യങ്ങൾ മൊത്തം ഇളക്കി ക്ലീൻ ചെയ്തെന്ന് വിചാരിച്ചു. എന്നിട്ടും പിക്കപ്പിൻ്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് സ്മോക്കും കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? അപ്പം നമ്മൾ വീണ്ടും നമ്മളുടെ i20 വന്നിരിക്കുകയാണ്. അടുത്തോട്ട് വന്നേ. ഇപ്പം ഈ ഒരു i20 നേരത്തെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇപ്പം ഇതിൻ്റെ റേഡിയേറ്റർ സർവീസിന് കൊടുത്തേക്കുന്നത്. താഴോട്ട് നോക്കെ, ആ റേഡിയേറ്റർ ഇളക്കുമ്പോഴത്തേക്ക് റേഡിയേറ്ററിൽ നിന്ന് വീണ ഓരും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു 40,000 അല്ലെങ്കിൽ 50,000 കിലോമീറ്ററെങ്കിലും ആകുമ്പോൾ നിങ്ങൾ കൂളൻ്റൊക്കെ ഒന്ന് മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും. നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള കൂളൻ്റ്, വിലയുടെ അല്ല ക്വാളിറ്റിയുള്ള കൂളൻ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ദയവായിട്ട് പ്രത്യേകം നിങ്ങളുടെ വണ്ടിയിൽ ശ്രദ്ധിച്ചോണം. ഇതൊരു ചെറിയ വൺ സൈഡ് വാൾവ് യൂണിറ്റാണ് കേട്ടോ. ഈ ഒരു വാൾവ് യൂണിറ്റിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു വെളുത്തൊരു സാധനം അടവിഞ്ഞിരിക്കുന്നുണ്ടോ, കാണാൻ പറ്റുമോ? ഈ ഒരു ഹോളിൻ്റെ അകത്തായിട്ട്. അപ്പം ഇത് എവിടെ വരുന്ന സാധനമാണ് എന്ന് ആദ്യം നിങ്ങൾ അറിയണം. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്കിത് പിടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് എവിടെ എങ്ങനെ വരുന്നു എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സാധാരണ ഹുണ്ടായി വാഹനങ്ങളുടെ, ഡീസൽ വാഹനങ്ങളുടെ ടർബോ ഒക്കെ VGT, വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതായത് വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുസരിച്ചും ഗിയർ റേഷ്യോയ്ക്ക് അനുസരിച്ചുമായിരിക്കും ഈ ഒരു ടർബോയിലുള്ള സ്പൂളിങ്ങും കാര്യങ്ങളും, അതല്ലെങ്കിൽ ടർബോയിൽ നിന്നുള്ള ആ ഒരു ബൂസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ടർബോയുടെ ഇത്തരം ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഇത് എത്ര തുറക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് ECM ആണെങ്കിലും ECM ഏത് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാക്വം മോഡുലേറ്റർ കാണുന്നത് കണ്ടോ. ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാക്വം മോഡുലേറ്റർ. ഈ കാണുന്നത് ഈ ഒരു വാക്വം മോഡുലേറ്റർ പേരിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വാക്വം പമ്പിൽ നിന്ന് വരുന്ന വാക്കത്തിനെ കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്ത്, അതായത് ECM നിന്ന് വരുന്ന കറണ്ട് അനുസരിച്ച് ആ ഒരു വാക്കത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച്, അതായത് ഈ വരുന്ന വാക്കത്തിൻ്റെ ആ ഒരു മോഡുലേഷൻ അനുസരിച്ചാണ് ഈ കാണുന്നത്. ഈ ടർബോയിൽ നിങ്ങൾ ഈ കാണുന്ന ഈ കാണുന്ന വേസ്റ്റ് ഗേറ്റ് അച്ചുവേറ്റർ വർക്കാവുന്നത്. ഇപ്പോൾ വേസ്റ്റ് ഗേറ്റ് അച്ചുവേറ്റർ വർക്കാന്ന് വെച്ചാൽ ഉള്ളിലോട്ട് വാക്കം വലിക്കുമ്പോഴത്തേക്ക് ഇത് ഉള്ളിലോട്ട് പിടിക്കും, വാക്കം കുറയുമ്പോൾ പുറത്തോട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഫിൻസും കാര്യങ്ങളൊക്കെ ജോമെട്രിക്കിൻ്റെ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഈ കാണുന്ന വാക്വം മോഡുലേറ്റർ ഉണ്ടല്ലോ, ഈ വാക്വം മോഡുലേറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കണം. അതിന് സിമ്പിളാണ്. സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇന്ന് വരുന്നത് എപ്പോഴും, അതായത് വാക്വം പമ്പിൽ നിന്നാണ് ഇതിനാവശ്യമായ വാക്വം വരുന്നത്. ഇന്ന് വരുന്നത് എപ്പോഴും ഇവിടെ ഫിൽറ്റർ കണക്കൊരു തല കണക്കൊരു സാധനമുണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും ഇന്ന് വരുന്നത്. കണ്ട, ഈ ഒരു വാക്വം സക്ക് ചെയ്യുന്ന വാക്വം പമ്പിൽ നിന്ന് വരുന്ന ലൈൻ എപ്പോഴും ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട്, ഈ ഫിൽറ്റർ കണക്ക് ഇത് ഫിൽറ്റർ അല്ല യഥാർത്ഥത്തിൽ, അതുപോലെ വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിരിക്കും ഇതിൻ്റെ വാക്വം പമ്പിൻ്റെ ലൈൻ വരുന്നത്. താഴ്ഭാഗത്തായിട്ടായിരിക്കും, അതായത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഏത് ഡിവൈസാണോ ആ ഡിവൈസിലോട്ട് പോകുന്ന ലൈൻ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ഈ ഒരു വാക്വം മോഡുലേറ്ററിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ടർബോ പ്രോപ്പറായിട്ട് വർക്കാവത്തില്ല. ഇപ്പം നമ്മൾ ടർബോ ഏത് രീതിയിൽ എങ്ങനെ ക്ലിയർ ആക്കി പണിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞാലും ശരി, ഈ ടർബോ പ്രോപ്പറായിട്ട് വർക്കാവത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്തിട്ടും വണ്ടിക്ക് വലിവ് കുറവ്, അത് കണക്കിന് സ്മോക്ക് എന്നുള്ള ഇഷ്യൂസൊക്കെ കാണിക്കും. വലിവ് കുറവെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വലിവ് മടുപ്പ് കാണിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമ്മൾ വാക്വം മോഡുലേറ്ററും ഓക്കെയാണ്.
വാക്വം മോഡുലേറ്ററിനും പ്രശ്നമില്ല, ടർബോയും കാര്യങ്ങളും മറ്റു ഭാഗങ്ങളും എല്ലാം നമ്മൾ പക്കായിട്ട് ചെയ്തു വെച്ചു. എന്നിട്ടും വലുവ് കുറവാണെങ്കിൽ ഇവിടെ വില്ലനായിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ വാക്വം പമ്പിന് കാലക്രമേണയുള്ള തേയ്മാനം മറ്റുമൊക്കെ സംഭവിച്ചിട്ട് വാക്വം പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വാക്വം പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാക്വം മോഡുലേറ്ററിന് കൃത്യമായിട്ട് വാക്വം കിട്ടത്തില്ല. ഈ ഒരു വേസ്റ്റ് ഗേറ്റ് അച്ചിവേറ്ററും പ്രോപ്പറായിട്ട് വർക്കാവില്ല. അതിന് വേറൊരു സാഹചര്യം, ഇപ്പം നമ്മളൊരു വാക്വം പമ്പ് കംപ്ലൈൻ്റ് അല്ല എന്ന് വിചാരിച്ചോ, ഈ വാക്വം പമ്പിൽ വരുന്ന ഒരു ഓൺ സൈഡ് വാൽവ് വരുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗം വരുന്നത് ഈ വണ്ടിയുടെ ഇത്തരത്തിലാണ് വരുന്നത്, കണ്ടോ, ഇത്തരത്തിലാണ് വരുന്നത്. ഈ ഒരു വലിയ ലൈൻ നേരെ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ ബൂസ്റ്ററിലോട്ടാണ്. ബൂസ്റ്ററിന് വാക്വം കൊടുക്കുന്നതാണ് ഈ ഒരു വലിയ ലൈൻ. അതേസമയം നേരത്തെ ഈ ബ്ലോക്ക് കണക്ക് കാണിച്ചിരുന്ന ഒരു ചെറിയ ലൈൻ കണ്ടോ, ഈ ഒരു ചെറിയ ലൈൻ വരുന്നതെന്ന് വെച്ചാൽ നേരെ വാക്വം മോഡുലേറ്ററിലേക്കാണ്. ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ പച്ച കളറിൽ നമ്മൾ ഈ ഫംഗസ് ഒക്കെ കയറി കണക്കും അത് കണക്കിന് പൂപ്പൽ കയറി കണക്ക് പച്ച കളർ ഒരു അടവ് കണക്ക് കണ്ടോ, ഈ ഒരു സംഭവം കയറിയിട്ട് അടവ് വന്നിട്ട് കുറേ വണ്ടികൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതാ ഈ ഒരു ലൈനിൽ ഇവിടെ ചെറുതായിട്ട് ഫംഗസ് കണക്ക് കണ്ട, ഈ പൊടി കണക്ക് കയറിയിരിക്കുന്ന കണ്ട, ഇതേ കണക്ക് ഇതിൻ്റെ ഉൾഭാഗത്തും ഉണ്ടായിരുന്നു. ഇത് ഈ ലൈനും എല്ലാം അടിച്ച് ക്ലീൻ ചെയ്തതാണ്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നും കൂടെ ഉണ്ട്. ഈ ലൈൻ ഇപ്പോൾ നമ്മൾ എയർ അടിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടേക്കാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരുമാതിരി ഈ പറഞ്ഞ പോലെ പൊടി കണക്ക് കയറിയിട്ട് അടഞ്ഞ രീതിയിൽ ഇരുന്നിരുന്നു. ഈ ഒരു ഭാഗത്തും അത് കണക്കുണ്ടായിരുന്നു. അതെല്ലാം ഇളക്കി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ലൈൻ അടവാണ് കേട്ടോ, നല്ല രീതിയിൽ എയറൊന്നും ഉള്ളിലോട്ട് വരുന്നില്ല. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് WD-40 അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീനറോ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ലൈൻ അടഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും 100% ടർബോ പ്രോപ്പറായിട്ട് വർക്കാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആവശ്യമായ വാക്വം മോഡുലേറ്റർ വഴി വേസ്റ്റ് ഗേറ്റ് അച്ചുവേറ്ററിലോട്ട് ചെല്ലത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിൻ്റെ ജോമെട്രിക്കിൻ്റെ യൂണിറ്റ് ഒന്നും വർക്കാവത്തില്ല. നമ്മൾ കാല് കൊടുത്ത് പോകുമ്പോഴത്തേക്ക് ടർബോ ഒരു നിശ്ചലാവസ്ഥയിൽ, അതായത് ടർബോ ഒരുമാതിരി ചത്ത അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കാതിട്ട് ഓടിയാണെങ്കിൽ ഉറപ്പായിട്ടും ടർബോയുടെ കോറും കാര്യങ്ങളൊക്കെ ചീത്തയാവും എന്നുള്ള ഒരു 100% ഉറപ്പാണ്. അത് പ്രോപ്പറായിട്ട് ഇതൊക്കെ അടവുണ്ടോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഹുണ്ടായുടെ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്തോ സർവീസ് ചെയ്യിപ്പിക്കുന്ന സമയത്തോ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അടവ് ഉണ്ട് പോലോ ഇല്ല പോലോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ ചില വാഹനങ്ങളിൽ, ഹുണ്ടായുടെ ചില വാഹനങ്ങളിലൊക്കെ, അതായത് ഇപ്പം വെർണാർ പോലുള്ള വാഹനങ്ങളിലൊക്കെ ഇത് പ്രസ് ചെയ്ത് കയറ്റി വെച്ചിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അത് ഊരിയെടുക്കുമ്പോൾ ഡാമേജ് ആവാനോ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിയോ മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പെടും. കാര്യം ചില സാധനം വേറെ കിട്ടാനായിട്ട് ഇത്തിരി പാടായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഇതിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും ഉള്ളിലോട്ടോ പുറത്തോട്ടോ ഒന്നും എയർ അടിച്ചിട്ട് ഒന്നും ഒരു അനക്കവും ഇല്ല. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇപ്പം അത് തുറന്ന് കേട്ടോ, തുറന്ന ലൈനിൽ കൂടെ ഇതിലിപ്പം WD-40 അടിക്കുമ്പം അപ്പുറത്തെ ലൈനിൽ കൂടെ വരുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാം പണിഞ്ഞിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് വിടുകയാണെങ്കിലുള്ള കുഴപ്പം എന്താ അറിയാമോ, കസ്റ്റമറിന് നമ്മളത് ചെയ്തതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല. ഇനിയിപ്പം അപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആ അടവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ വാഹനത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാര്യം വെച്ചാൽ ഈ വണ്ടിയിൽ നമുക്ക് നേരത്തെ ഇത്തരം വാഹനങ്ങളൊക്കെ നമുക്ക് നേരത്തെ പണി കിട്ടിയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പം ഇത്തരം ഭാഗങ്ങൾ നിർബന്ധമായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തേക്കണം. അതേസമയം ഇത്തരത്തിലുള്ള വാൽവ് ആയിരിക്കത്തില്ല നമ്മൾ വെർണയിലും മറ്റുമൊക്കെ വരുന്നത്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വരുന്ന വാൽവ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ കാണുമെന്ന് അറിയാൻ വയ്യ. ഏതാണ്ട് ഇതിൽ ബോൾട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് പ്രസ് ചെയ്ത് കയറ്റി വെച്ചിരിക്കുന്ന ടൈപ്പാണ്. അതിലാണെങ്കിലും ഇതേ കണക്കതാ, ഇത് ഇപ്പം നമ്മൾ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇളക്കി ക്ലീൻ ചെയ്യും. ഇത് ജസ്റ്റ് ഈ ലൈനും അത് കണക്കിന് ഈ ലൈനും ഇളക്കിയിട്ട് WD-40 അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീനറോ അടിച്ച് വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് എയറൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി ഈ രണ്ട് ലൈനും കണ്ടോ, ഈ രണ്ട് ലൈനും ഒന്ന് വൃത്തിയാക്കി
ദാ ഇതിലോട്ട് വരുന്ന ഓസുകൾ ഊരി വിട്ടിട്ട്, നിർത്തിയല്ല ഊരി വിട്ടിട്ട് ജസ്റ്റ് എയർ അടിച്ച് ക്ലീൻ ചെയ്യും. ഇതിൻ്റെ അകത്തും ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ അടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജി ആർ ഇൻ്റർകൂളർ, മാപ്സ് ആൻഡ് ഫ്ലോ സെൻസർ, ടർബോ ഒക്കെ പണിയുന്നതൊക്കെ വെറുതെ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഹുണ്ടായി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദയവായിട്ട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.